എക്സ്ട്രോവേർട്ട്, ഇൻട്രോവേർട്ട്, ആംബിവേർട്ട് മാറിപ്പോയില്ലേ? എക്സ്ട്രോവേർട്ട്, ആംബിവേർട്ട്, ഇൻട്രോവേർട്ട്. ഇതിന് നടുക്ക് വേറെ ആരും കൂടി ഉണ്ട്. തൽക്കാലം മൂപ്പരവിടെ ഇരിക്കട്ടെ. നമുക്ക് ഈ എക്സ്ട്രോവേർട്ടിനെയും ഇൻട്രോവേർട്ടിനെയും ആംബിവേർട്ടിനെയും പറ്റി പഠിക്കാം. എക്സ്ട്രോവേർട്ടും ഇൻട്രോവേർട്ടും വന്നിട്ട് രണ്ട് കരയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. ഈ ആംബിവേർട്ട് വന്നിട്ട് നടുക്കടലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഈ എക്സ്ട്രാവേർട്ടിന് വന്നിട്ട് എല്ലാ ഗ്രൂപ്പിലും പെട്ടെന്ന് മിങ്കിളാവാൻ പറ്റും. പുതിയ പുതിയ കണക്ഷൻസ് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാവരെയും ഏറ്റവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ അവരെങ്ങോട്ട് എൻജോയ് ചെയ്ത് പാറി പറന്ന് എല്ലാ ഗ്രൂപ്പിൻ്റെ കൂടി മിങ്കിളായി നടക്കും. എന്നാൽ ഇൻട്രോവേർട്ട് വന്ന് സ്വന്തം കമ്പനി ആസ്വദിക്കുന്ന ലൈക്ക് ഒരു വലിയൊരു ക്രൗഡ്, ഒരു ഗ്രൂപ്പ് അതൊന്നും ഇഷ്ടപ്പെടാത്ത കൈൻഡ് ഓഫ് ആളുകളായിരിക്കണം. സ്വന്തമായിട്ട് സ്വന്തം കാര്യം മാത്രം നോക്കി ഇങ്ങനെ ഒരു ഓളത്തിന് പോകും. എന്നാൽ ഈ ആംബിവേർട്ടിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടുണ്ടോ? ഇവർ നടുക്കടലായതുകൊണ്ട് തന്നെ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞാൽ എക്സ്ട്രോവേർട്ടും ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇൻട്രോവേർട്ടും ആവും. അതായത് രമണ മനസ്സിലായിട്ടില്ല അല്ലേ? ഈ ആംബിവേർട്ടിന് വന്നിട്ട് എക്സ്ട്രോവേർട്ടായിട്ടിരിക്കാൻ പറ്റും. അതായത് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ അവർ ഭയങ്കര ആർമാദിക്കും. എന്നാൽ അതേസമയം ഇവർക്ക് ഇൻട്രോവേർട്ടായി നമ്മളുടെ സ്വന്തമായി സന്തോഷങ്ങൾ കണ്ടുപിടിച്ച് അങ്ങനെ പോകാനും പറ്റും. പക്ഷെ നമുക്കുള്ള ഒരേ ഒരു പ്രശ്നം എന്താണെന്നറിയോ? അതായത് എൻ്റെ പ്രശ്നം, ഞാനൊരു ആംബിവേർട്ടാണ്. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പഠിച്ച, ഡിഗ്രിക്ക് പഠിച്ച, അല്ല ഒന്നും വേണ്ട, ഏതെങ്കിലും നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, HOD, പ്രിൻസിപ്പൽ, അങ്ങനെ ആരെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒഴിഞ്ഞു മാറും. ബിക്കോസ് ഒരു 100 കണക്കിന് ക്വസ്റ്റ്യൻസ് ആ സമയം കൊണ്ട് എൻ്റെ തലയിൽ കൂടെ ചുറ്റിക്കറങ്ങുന്നുണ്ടായിരിക്കും. ഞാൻ അവരെ നോക്കി ചിരിക്കണോ, അവരെന്നെ കാണോ, എന്നെ കണ്ടാൽ ഞാൻ ഇനിയിപ്പോൾ എന്താ സംസാരിക്കുക, എന്തെങ്കിലും സംസാരിച്ചാൽ അതപ്പോൾ അബദ്ധമായി പോവോ, ഞാൻ സംസാരിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുമോ, അവരെന്നെ നോക്കി ചിരിക്കാതിരിക്കുമോ, ഞാൻ ചിരിച്ചിട്ട് അവർ ചിരിച്ചിട്ടില്ലെങ്കിൽ അത് എനിക്കൊരു മോശമല്ലേ? അയ്യോ, അങ്ങനെ 100 കണക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ഉത്തരം കണ്ടുപിടിച്ചിട്ട് അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺഫിഡൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും അവരെ തൻ്റെ ഓർത്തെത്തിയിട്ടുണ്ടായിരിക്കും. സംസാരിക്കണമെന്ന് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കും. ഞാൻ തന്നെ എൻ്റെ മനസ്സിനോട് പറയും, സംസാരിക്കേ. പക്ഷേ എന്നെക്കൊണ്ടത് നടക്കാറില്ല എന്നുള്ളതാണ്. വേണ്ട, എൻ്റെ നേരെ ഓപ്പോസിറ്റ് എനിക്ക് പരിചയമുള്ള ഒരാൾ നടന്നു വരുന്നുണ്ടെന്ന് വിചാരിക്കേ. അയാൾ അങ്ങനെ സ്ഥിരം കാണുമ്പോൾ എന്നോട് ചിരിക്കാറൊന്നുമില്ല, പക്ഷെ എനിക്ക് പരിചയം ഉണ്ടാവേനെ. ആ സമയം മുതലേ എൻ്റെ തോട്ട് ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. അയാളെന്നെ നോക്കി ഇനിയിപ്പോൾ ചിരിക്കുമോ, ഇനി ഞാൻ ചിരിക്കണോ, ഞാൻ ചിരിച്ചില്ലെങ്കിൽ അയാൾ ചിരിക്കുമോ, ചിരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മോശമല്ലേ, അയാളെ മൈൻഡ് ഇല്ലതില്ല എന്ന് അയാൾ വിചാരിക്കില്ലേ, തുടങ്ങിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ്. തലതായിട്ട് നടക്കണോ, നേരെ നോക്കി നടക്കണോ, സൈഡിലോട്ട് നോക്കി നടക്കണോ, ഇനി കാണാത്ത പോലെ നടക്കണോ എന്ന് തുടങ്ങി ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ദയവ് ചെയ്തിട്ട് ഞാൻ ആരോടെങ്കിലും മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് പരാതി ഉണ്ട് എങ്കിൽ അതിൻ്റെ അഹങ്കാരമോ ജാടയോ ഹുങ്കോ ഒന്നുമല്ല. ഇത്രയും കാര്യങ്ങൾ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. നേരെ മറിച്ച് നിങ്ങൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു നോക്കൂ. 2 ദിവസം ഡയറക്റ്റ് എന്നെ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം ഓട്ടോമാറ്റിക്കലി ഞാൻ ചിരിക്കും. 4 ദിവസം എന്നെ നോക്കി സംസാരിച്ച് നോക്കി 5-ാമത്തെ ദിവസം ഓട്ടോമാറ്റിക്കലി ഞാൻ നിങ്ങളോട് സംസാരിക്കും. ഇനി നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് എന്നെ കണ്ടിട്ട് എന്നോടൊന്ന് ചിരിച്ചാൽ അപ്പം തന്നെ ഞാൻ എക്സ്ട്രോവേർട്ടും ആയിട്ടുണ്ടായിരിക്കും. ഇത്രയും പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആരോടെങ്കിലും ഞാൻ മിണ്ടാത്തതോ മൈൻഡ് ചെയ്യാത്തതോ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ക്ഷമിക്കണം.